الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നു മുതൽ ഞാൻ വീണ്ടും ബദരി സഹാബാക്കളെ കുറിച്ച് പറയുന്നത് ആരംഭിക്കുന്നതാണ്. ആദ്യമായി പറയുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് സിനാൻ ബിൻ അബി സിനാൻ ആണ്. അദ്ദേഹത്തിന് ബനു അസദ് ഗോത്രവുമായിട്ടാണ് ബന്ധം. ബനു അബ്ദുൽ ഷംസ് ഗോത്രത്തിന്റെ ശാഖിയാണ്. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഉഹദ് യുദ്ധത്തിലും ഖന്തഖ് യുദ്ധത്തിലും ഹുദൈബിയ സന്ധി ഉൾപ്പെടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പങ്കെടുക്കേണ്ടി വന്ന എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിരുന്നു. ബൈഅത്ത് റിസ്വാനിൽ ആദ്യം ആരാണ് ബൈഅത്ത് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നത കാണാം. ചിലരുടെ അഭിപ്രായത്തിൽ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമർ ആണ് ബൈഅത്ത് ചെയ്തത്. ചിലർ സലമ ബിൻ അൽ അഖ്ബയുടെ പേരാണ് പറയുന്നത്. എന്നാൽ വാഖിദിയുടെ വീക്ഷണത്തിൽ ഹസ്രത്ത് സിനാൻ ബിൻ അബി സിനാൻ ആണ് ഏറ്റവും ആദ്യം ബൈഅത്ത് ചെയ്തത്. മറ്റു ചിലരുടെ അഭിപ്രായ പ്രകാരം ഹസ്രത്ത് സിനാനിന്റെ പിതാവാണ് ആദ്യമായി ബൈഅത്ത് ചെയ്ത് സൗഭാഗ്യം ലഭിച്ചത്. ചരിത്രത്തിൽ വിവരിക്കപ്പെട്ടത് ഇപ്രകാരമാണ്. ബൈഅത്ത് റിസ്വാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആളുകളുടെ ബൈഅത്ത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ സിനാൻ റളിയല്ലാഹു അൻഹു തന്റെ കരങ്ങൾ നീട്ടി എന്നിട്ട് പറഞ്ഞു, എന്റെ ബൈഅത്ത് സ്വീകരിച്ചാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, എന്തിനായാണ് ബൈഅത്ത് ചെയ്യുന്നത്? അതിൽ സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങയുടെ ഹൃദയത്തിൽ ഉള്ളതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹവാസത്തിന്റെ സ്വാധീനം സഹാബാക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിജയം പ്രാപിക്കുക അല്ലെങ്കിൽ ഷഹാദത്ത് വരിക്കുക. അങ്ങനെ മറ്റു ആളുകളും പറയാൻ തുടങ്ങി, ഞങ്ങളും ഈ കാര്യത്തിൽ ബൈഅത്ത് ചെയ്യുന്നതാണ്. ഏതൊന്നിലാണ് ഹസ്രത്ത് സിനാൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തത്? ഹസ്രത്ത് സിനാൻ റളിയല്ലാഹു അൻഹു മുഹാജിരീൻ സഹാബാക്കൾപ്പെട്ടയാളാണ്. തുലൈഹ ബിൻ ഖുലൈദ് നബുവത്ത് വാദം ഉന്നയിച്ചപ്പോൾ ഏറ്റവും ആദ്യം സിനാൻ ആണ് കത്തെഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിവരം അറിയിച്ചത്. ആ സമയം ബനു മാലിക്കിന്റെ മേൽ നോട്ടക്കാരനായിരുന്നു. രണ്ടാമതായി വിവരിക്കപ്പെടുന്ന സഹാബി ഹസ്രത്ത് മെഹജ, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു. പിതാവിന്റെ പേര് സാലിഹ് എന്നായിരുന്നു. ബദർ യുദ്ധത്തിൽ ആദ്യം ഷഹീദായത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ബന്ധം യമനുമായിട്ടാണ്. തുടക്കത്തിൽ തടവുപുള്ളി എന്ന നിലയിൽ ഹസ്രത്ത് ഉമറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഔദാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടയച്ചു. അദ്ദേഹം ആദ്യകാല മുഹാജിരീങ്ങളിൽപ്പെട്ട ആളായിരുന്നു.
ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇസ്ലാമിക സൈന്യത്തിന്റെ ആദ്യ ഷഹീദ് എന്ന ബഹുമതി കരസ്ഥമായിരുന്നു. 2 സഫിന്റെ മധ്യത്തിലായിരുന്നു. പെട്ടെന്നൊരു അമ്പ് അദ്ദേഹത്തിന് വന്നുകൊണ്ടു. അത് കാരണം അദ്ദേഹം ഷഹീദാകുകയുണ്ടായി. ആമിർ ബിൻ ഹദമറിനെ അദ്ദേഹത്തെ ഷഹീദാക്കിയത്. അയാളുടെ അമ്പാണ് കൊണ്ടത്. അതിൽ സയ്യിദ് ബിൻ മുസൈബിന്റെ നിവേദനമാണ്. ഹസ്രത്ത് മഹജ ഷഹീദാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാവിൽ ഈ പദങ്ങൾ ഉണ്ടായിരുന്നു: അന മജ വല യർജു റബ്ബഹു. ഞാൻ മഹജയാണ്, തന്റെ പരിപാലകന്റെ സമീപത്തേക്ക് മടങ്ങുകയാണ്. ആരെ സംബന്ധിച്ചാണ് ഈ ഖുർആനി വചനം അവതരിച്ചത്? അവരിൽ മെഹജ ഉൾപ്പെടുന്നു. വല തദറുദല്ലദീന യദഊന റബ്ബഹും ബിൽ അദാവതി വൽ ഹശി യുരീദൂന വജ്ഹ. തങ്ങളുടെ നാഥന്റെ പ്രീതിയെ ഉദ്ദേശിച്ച് രാവും പകലും അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നീ വിരട്ടി ഓടിക്കരുത്. ഇദ്ദേഹത്തെ കൂടാതെ ചുവടെ പറയുന്ന സഹാബാക്കളും അതിൽ ഉൾപ്പെടുന്നു: ഹസ്രത്ത് ബിലാൽ, ഹസ്രത്ത് സുഹൈബ്, ഹസ്രത്ത് അമ്മാർ, ഹസ്രത്ത് കവാബ്, ഹസ്രത്ത് ഉത്ബ ബിൻ അസ്മാൻ, ഹസ്രത്ത് ഔദ് ബിൻ ഔലി, ഹസ്രത്ത് ആമിർ ബിൻ സുഹൈറ. ഇതിനർത്ഥം നഊദു ബില്ലാ, ഈ ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രരെ പരിഗണിച്ചില്ല എന്നല്ല. അദ്ദേഹത്തിന്റെ സ്നേഹവും ബഹുമാനവും ആദരവും സഹാനുഭൂതിയും പാവപ്പെട്ടവർക്കായി മാതൃകാപരവും തുല്യതകളില്ലാത്തതുമായിരുന്നു. ഇത് നമുക്ക് ഹദീസുകളിലൂടെയും നിവേദനങ്ങളിലൂടെയും മനസ്സിലാകുന്ന ഒന്നാണ്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ ധനികരും സമ്പന്നരുമായ തങ്ങൾക്ക് കൂടുതൽ ആദരവും ബഹുമാനവും നൽകപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചാണ് പറയപ്പെടുന്നത്. അതിൽ അല്ലാഹു ഇപ്രകാരം പറയുന്നു: ഞാൻ റസൂലിനോട് ഇത് പറഞ്ഞിരിക്കുന്നു. ഈ കൽപ്പനയാണുള്ളത്: ദരിദ്രരായവർ ദിക്റുകളിലും ഇബാദത്തുകളിലും മുൻപന്തിയിലാണ്. അവരോട് ഉള്ള ആദരവും ബഹുമാനവും അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ സമ്പത്തിനേക്കാളും കുടുംബ മഹിമയേക്കാളും അധികമാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്നാണ് ചെയ്യുന്നത് അത് അല്ലാഹു നൽകുന്ന കൽപ്പനകളനുസരിച്ചാണ്. അതാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ തങ്ങളുടെ സ്ഥാനമാണ് ഉയർന്നത് എന്ന് മനസ്സിലാക്കിയ സമ്പന്നരായവർക്കുള്ള മറുപടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചോ കുടുംബമഹിമയെക്കുറിച്ചോ യാതൊരു ആവലാതിയുമില്ല. അദ്ദേഹത്തിന് ഈ ദരിദ്രരായ ആളുകളാണ് പ്രിയങ്കരമായിട്ടുള്ളത്. പിന്നെ ആമിർ ഇബ്നു മുഹല്ലത്ത് ഒരു സഹാബിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് അമാറ ബിൻത് ഹൻസദ എന്നായിരുന്നു. ഹിജർ ഗോത്രത്തിലെ ബനു നാജിർ മാലിക്കുമായിട്ടാണ് ബന്ധം. ബദർ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഉഹദ് ദിവസം ഇദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. പിന്നെ ഒരു സഹാബി ഹസ്രത്ത് ഹാത്തിബ് ബിൻ അമർ മിൻ അബ്ദി ഷംസ്. അബു ഹാത്തിബ് ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്. ബനു ആമിർ ബിൻ ലോയി എന്ന ഗോത്രവുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ബന്ധം. ഇദ്ദേഹത്തിന്റെ മാതാവ് അസ്മാ ബിൻ ഹാരിസ് ബിൻ നൌഫലായിരുന്നു. ആഷിയ ഗോത്രത്തിലെ അംഗമാണ്. സുഹൈൽ ബിൻ അമർ, ഹസ്രത്ത് സാലിബ് ബിൻ അമർ, ഹസ്രത്ത് സക്രാൻ ബിൻ അമർ ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരായിരുന്നു. ഹസ്രത്ത് ഹാത്തിബ് ബിൻ അമറിന്റെ സന്തതികളിൽ അമർ ബിൻ ഹാത്തിബിന്റെ മാതാവ് റഅത ബിൻ അൽക്കമ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദാറുൽ അർക്കമിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തബ്ലീഗ് മുഖേനയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഹബ്ഷയിലേക്ക് 2 തവണ ഹിജ്റത്ത് ചെയ്തു. ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഹിജ്റത്തിൽ ഹബ്ഷയിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ വ്യക്തി ഹാത്തിബ് ഇബ്നു
അംർ ബിൻ അബ്ദുൽ ഷംസ് ആയിരുന്നു. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ ഹസ്രത്ത് ജഫാ ബിൻ അബ്ദുൽ മുൻസിർ ഹസ്രത്ത് ലബാ ബിൻ അബ്ദുൽ മുൻസിറിന്റെ സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. ബദർ യുദ്ധത്തിൽ തന്റെ സഹോദരൻ സലീബിന് അമ്രിനോടൊപ്പം പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് സൗദ ബിൻത് സംആയുമായിട്ടുള്ള നിക്കാഹ് ഹസ്രത്ത് സലീദ് ബിൻ അമർ മുഖേനയാണ് നടത്തപ്പെട്ടത്. മറ്റു ചിലർ അബു ഹാത്തിബ് ബിൻ അമറാണെന്ന് നിർവഹിച്ചതെന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് 400 ദർഹമാണ് മഹറായി നിശ്ചയിക്കപ്പെട്ടത്. ഈ നിക്കാഹിന്റെ വിശദീകരണം തബ്കാത്തുൽ കുബ്രയിൽ പ്രകാരം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹസ്രത്ത് സൗദയുടെ ആദ്യ ഭർത്താവ് സക്രാം ബിൻ അമർ ഹാത്തിബ് ബിൻ അമറിന്റെ സഹോദരനായിരുന്നു. അദ്ദേഹം അബ്ഷയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയും മക്കയിൽ വെച്ച് തന്നെ വഫാത്താകുകയും ചെയ്തു. അത് സൗദയുടെ ഇദ്ദത്ത് പൂർത്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിക്കാഹിന്റെ സന്ദേശം അവർക്ക് നൽകി. അത് സൗദ പറഞ്ഞു, എന്റെ കാര്യം അങ്ങേക്ക് തീരുമാനിക്കാം. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, തന്റെ സമൂഹത്തിൽ നിന്നൊരു പുരുഷനെ നിർണയിക്കുക. അയാൾ ഞാനുമായി നിന്റെ അഥവാ സൗദയുടെ നിക്കാഹ് നിർവഹിക്കട്ടെ. അതിൽ സൗദ ഹാത്തിബിന് അമറിനെ നിശ്ചയിച്ചു. അങ്ങനെ സൗദയും നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായി ഹാത്തിബ് നടത്തി. ഹസ്രത്ത് സൗദ ഹസ്രത്ത് ഖദീജയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്ത ആദ്യ വനിതയായിരുന്നു. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നടന്ന ബൈഅത്ത് റിസ്വാനിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. മറ്റൊരു സഹാബി അബു ഹുസൈമ ബിൻ ഔസ്. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് അമ്രത്ത് ബിൻ മസൂദ് ആയിരുന്നു. ഹസ്രത്ത് മസൂദ് ബിൻ ഔസിന്റെ സഹോദരനായിരുന്നു. ഹസ്രത്ത് മസൂദ് ബിൻ ഔസും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം ബദർ, ഉഹദ്, ഖന്ദഖ് ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ വഫാത്ത് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. മറ്റൊരു സഹാബി ഹസ്രത്ത് തമീം മൗല ഫിറാഷ്. ഹസ്രത്ത് തമീം ഫിറാഷിന്റെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തെയും ഹസ്രത്ത് ഖബാബ് ബിൻ ഉത്ബ ബിൻ അസ്വാൻ ഇരുവരുടെയും ഇടയിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കി. ബദർ, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഹസ്രത്ത് മുൻസിർ ബിൻ ഖുദാമ ഒരു സഹാബിയായിരുന്നു. ഹസ്രത്ത് മുൻസിർ ബിൻ ഖുദാമയുടെ ബന്ധം ബനു ഗനം ഗോത്രവുമായിട്ടാണ്. അദ്ദേഹം ബദർ, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. അല്ലാമ വാഖിദിയുടെ അഭിപ്രായപ്രകാരം ഇദ്ദേഹത്തെ ബനു ഇൻക തടവുകാരുടെ മേൽനോട്ടക്കാരനാക്കിയിരുന്നു. പിന്നെ ഹാരിസ് ബിൻ ഹാത്തിം എന്ന സഹാബിയാണ്. ഇദ്ദേഹം ബദരി സഹാബിയാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു അബ്ദുള്ള എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഹമമ ബിൻ അസാമിത്. അൻസാരികളുടെ ഗോത്രമായ ഔസുമായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ബന്ധം. ഹസ്രത്ത് സാലിബ ബിൻ ഹാത്തിമിന്റെ സഹോദരനായിരുന്നു. ഹസ്രത്ത് ഹാരിസ് ബിൻ ഹാത്തിം ഹസ്രത്ത് അബൂ ലുബാബ ബിൻ അബ്ദുൽ മുൻസിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം ബദർ യുദ്ധത്തിനായി പോകുന്ന വേളയിൽ റോഹ എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലുബാബ ബിൻ അബ്ദുൽ മുൻസിറിനെ മദീനയുടെ ഹാക്കിമായും ഹാരിസ് ബിൻ ഹാത്തിമിനെ ബനു അമർ ബിൻ ഔസ് ഗോത്രത്തിന്റെ അമീറായി നിശ്ചയിച്ചുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ ഇവർ രണ്ടുപേരെയും ബദരി സഹാബാക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗനീമത്ത് മുതൽ നിന്ന് വിഹിതം നൽകിയുണ്ടായി.
ഹദ്റത്ത് ഹാരിസ് ബിൻ ഹാത്തിബിനു ബദർ, ഉഹദ്, ഖന്തഖ് ഉൾപ്പെടെ ബൈഅത്ത് റിസ്വാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു. ബദർ യുദ്ധത്തിൽ ആയുധം ധരിച്ചു പോവുകയായിരുന്നു. പങ്കെടുക്കുവാനുള്ള പൂർണ്ണ നിയ്യത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അമീറായി നിശ്ചയിച്ച് തിരിച്ചയച്ചെങ്കിലും അദ്ദേഹത്തെ ബദറിൽ ഉൾപ്പെട്ടവരിൽ കണക്കാക്കപ്പെടുന്നു. ഖൈബർ യുദ്ധത്തിൽ ഒരു യഹൂദി കോട്ടയുടെ മുകളിൽ നിന്ന് അമ്പ് ചെയ്ത് ഹദ്റത്ത് ഹാരിസ് ഇബ്നു ഹാത്തിബിന്റെ തലയിൽ തറച്ചു. അങ്ങനെ അദ്ദേഹം ഷഹീദാകുകയുണ്ടായി. ഹദ്റത്ത് സാലിബ ബിൻ സെയ്ദ് ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം അൻസാർ ഗോത്രമായ ബനു ഖദ്റജുമായിട്ടാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഹദ്റത്ത് സാബിത്ത് ബിൻ അൽജിസ പിതാവായിരുന്നു അദ്ദേഹം. ഹദ്റത്ത് സാലിബ ബിൻ സെയ്ദിന്റെ സ്ഥാനപ്പേര് അൽജിസ് എന്നായിരുന്നു. അൽജിസ് എന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ദൃഢത, ഉറച്ച തീരുമാനം എന്ന കാരണത്താലാണ് വിളിച്ചിരുന്നത്. ജുസ് എന്ന് പറയുന്നത് മരത്തിന്റെ തടിയുള്ള കട്ടിയുള്ള ഭാഗം, അല്ലെങ്കിൽ മേൽക്കൂരയുടെ ആണിക്കല്ല്, അല്ലെങ്കിൽ ബീം എന്നതിനൊക്കെയാണ് പറയപ്പെടുന്നത്. വലിയ ദൃഢമായ ഹൃദയത്തിന് ഉടമസ്ഥനായിരുന്നു, വലിയ ധൈര്യവാനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ജിസ് എന്ന് വിളിപ്പേരുണ്ടായി. ഹസ്രത്ത് സാലിബ ബിൻ സെയ്ദിന്റെ ഒരു നിവേദനവും ഇതല്ലാതെ സുരക്ഷിതമല്ല. ഹസ്രത്ത് ലുഖ്ബ ബിൻ വഹാബ് ഒരു സഹാബിയായിരുന്നു. ഹസ്രത്ത് ലുഖ്ബ ബിൻ വഹബ് ഇബ്നു അബി വഹാബ് എന്നും പറയപ്പെടുന്നു. അബ്ദുഷംസ് ഗോത്രത്തിലെ അബു മനാഫിന്റെ ശാഖയിലുമായിട്ടായിരുന്നു ബന്ധം. ബദർ, ഉഹദ്, ഖന്തഖ് എന്നുള്ള എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തിരുന്നു. മദീനയിൽ യഹൂദികളുടെ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തബ്ലീഗ് ചെയ്തു. അതിനെ അവർ തുറന്ന നിലയിൽ നിരാകരിച്ചു. ഏതെല്ലാം സഹാബാക്കളാണ് ഇവരുടെ ഈ തുറന്ന നിഷേധത്തെ അവയെ ആക്ഷേപിച്ചത്, അതിൽ അബൂ ലുബാവ ബിൻ വഹബും ഉൾപ്പെട്ടിരുന്നു. ആ സംഭവ പ്രകാരം വിവരിക്കപ്പെടുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പക്കൽ നുആ ബിൻ അദാ, ബാരി ബിൻ അമർ, ഷാസി ബിൻ അതി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരോട് സംസാരിച്ചു. അവരെ അള്ളാഹുവിലേക്ക് വിളിച്ചു, ഇസ്ലാമിലേക്ക് ക്ഷണം നൽകി, അവന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുത്തി. അത് കേട്ടവർ പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഞങ്ങളെ എന്തിനെ കൊണ്ടാണ് ഭയപ്പെടുത്തുന്നത്? ഞങ്ങൾ അള്ളാഹുവിന്റെ സന്താനങ്ങളാണ്, അവന്റെ പ്രിയപ്പെട്ടവരാണ്. ഏതുപോലെ നസ്രാണികൾ പറഞ്ഞുവോ അവരെക്കുറിച്ച് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു. وقالت اليهود والنصارى نحن أبناء الله وأحباؤه قل فلما يعذبكم بذنوبكم بل أنتم بشر ممن خلق يغفر لمن يشاء ويعذب من يشاء ولله الملك السماوات والأرض وما بينهما وإليه المصير. യഹൂദികളും നസ്രാണികളും പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ സന്തതികളാണ്, അവന്റെ പ്രിയപ്പെട്ടവരാണ്. നീ പറയുക, പിന്നെ നിങ്ങളുടെ തെറ്റുകൾക്ക് എന്തുകൊണ്ടാണ് അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നത്? എന്നാൽ നിങ്ങൾ അവന്റെ സൃഷ്ടികൾ പെട്ടവരാകുന്നു, അത് മനുഷ്യർ മാത്രമാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പ് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്നു. ആകാശഭൂമികളുടെയും അതിനിടയിലുള്ളതിന്റെയും അധികാരം അള്ളാഹുവിന്റേതാണ്, അവന്റെ മാത്രമാകുന്നു. അവസാനം അവനിലേക്ക് തന്നെയാണ് മടക്കം. ഇബ്നു ഇസ്ഹാഖിന്റെ അഭിപ്രായപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെ ഇസ്ലാമിലേക്ക് ക്ഷണം നൽകിയപ്പോൾ അള്ളാഹുവിനെ കൂടാതെയുള്ളവരെ ആരാധിക്കുന്നതിന് മൂലം ഉണ്ടാകുന്ന ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി. അവിടുന്ന് കൊണ്ടുവന്ന ദൈവിക സന്ദേശത്തെ നിഷേധിച്ചപ്പോൾ മുആദ് ഇബ്നു ജബൽ, സഅദ് ഇബ്നു ഉബാദ, ഹദ്റത്ത് ദുബായ് ഇബ്നു വഹബ് എന്നിവർ അവരോട് പറഞ്ഞു, അല്ലയോ യഹൂദി സംഘമേ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവാണ് സത്യം. ഇത് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം
അവതരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളുടെ മുമ്പാകെ വിവരിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഗുണങ്ങൾ വിവരിക്കാറുണ്ടായിരുന്നു. റാഫിയ ഇബ്നു റുഹൈല, വഹാബിൻ യഹൂസ എന്നിവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അള്ളാഹു മൂസയ്ക്ക് ശേഷം ഒരു ഗ്രന്ഥവും അവതരിപ്പിച്ചിട്ടില്ല, ഇനി അവതരിപ്പിക്കുകയുമില്ല. അള്ളാഹു മൂസയ്ക്ക് ശേഷം സന്തോഷവാർത്ത അറിയിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്ന ആളെ അയച്ചിട്ടില്ല, ഇനി അയക്കുകയുമില്ല. അങ്ങനെ അവർ വ്യക്തമായ നിലയിൽ നിരാകരിക്കുകയുണ്ടായി. എന്നാൽ തൗറാത്തിൽ ഇതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. ഈ അവസ്ഥയാണ് ഇന്നത്തെ ചില മുസ്ലിം പണ്ഡിതന്മാർക്കുള്ളത്. മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നതിനെ അവർ നിഷേധിക്കുന്നു. ആദ്യം വരുന്നതാണെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു, ഇപ്പോൾ ഇനി ആരും വരില്ല എന്ന് പറയുന്നു. മറ്റൊരു സഹാബി ഹസരത്ത് ഹബീബ് ബിൻ അസ്വദ് ബിൻ സാദ് അൻസാർ ഗോത്രമായ ബനു ഹറാമിന്റെ സ്വന്തനാക്കപ്പെട്ട അടിമയായിരുന്നു. അദ്ദേഹം ബദർ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിവരണം ഹുബൈബ് എന്ന പേരിലും ലഭിക്കുന്നുണ്ട്. ഹസ്രത്ത് ഹുസൈമ അൻസാരിയാണ് മറ്റൊരു സഹാബി. ഹസ്രത്ത് ഹുസൈമയുടെ ബന്ധം ബനു ഹഷ്യ ഗോത്രവുമായിട്ടാണ്. ബനു ഗനം ഇബ്നു മാലിക് ഇബ്നു നജമിന്റെ ശാഖയാണ്. ബദർ, ഉഹദ്, ഖന്തക് മറ്റ് എല്ലാ യുദ്ധങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഹസ്രത്ത് മുആവിയ ബിൻ അബൂ സുഫിയാന്റെ കാലഘട്ടത്തിൽ വഫാത്തായി. ഹസ്രത്ത് റാഫി ബിൻ ഹാരിസ് ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് റാഫി ബിൻ ഹാരിസ് ബിൻ സവാദ് എന്നായിരുന്നു. അൻസാർ ഗോത്രമായ അബു നജ്ജാറുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധം. ബദർ, ഉഹദ്, ഖന്തക് ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തിരുന്നു. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വഫാത്ത് സംഭവിച്ചു. ഹസ്രത്ത് റാഫി ബിൻ ഹാരിസിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹാരിസ് എന്നായിരുന്നു. ഹസ്രത്ത് റുഹൈല ബിൻ സഅലബ അൻസാരി ബദരി സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വിവിധ രീതികൾ വിവരിക്കപ്പെടുന്നുണ്ട്. ചിലർ പറയുന്നു റുഹൈല, മറ്റു ചിലർ റഹീല, റഹീല എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് റഅലബ ബിൻ ഖാലിദ് എന്നായിരുന്നു. ബദർ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ഹദ്റജ് ഗോത്രത്തിന്റെ ഒരു ശാഖയായ ബനു ബയാലയുമായിട്ടാണ്. അദ്ദേഹം സഫീർ യുദ്ധത്തിൽ ഹസ്രത്ത് അലിയോടൊപ്പമായിരുന്നു. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുല്ല ബിൻ റിയാഹ് ഒരു സഹാബിയായിരുന്നു. ഹസ്രത്ത് ജാബിർ മക്കയിൽ വന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച 6 അൻസാരികളിൽ എണ്ണപ്പെടുന്നു. ഹസ്രത്ത് ജാബിർ ബദർ, ഉഹദ്, ഖന്തക് എന്നീ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസുകളും നിവേദനം ചെയ്തിട്ടുണ്ട്. ബയത്തെ ഉഖബ ഊലയിൽ അൻസാറുകളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ഇദ്ദേഹമായിരുന്നു. അൻസാറുകളിലെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഉഖബ ഊലയുടെ രാത്രിയിൽ കൂടിക്കാഴ്ച നടത്തി. അവിടെ ചോദിച്ചു, നിങ്ങൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ്? അതിനുശേഷം അവർ മുഴുവൻ വിവരങ്ങളും വിശദീകരിച്ചു. അവർ ബനു നജാർ ഗോത്രത്തിലെ 6 വ്യക്തികളായിരുന്നു. അസദ് ബിൻ ദറാറ, ഔഫ് ബിൻ ഹാരിസ് ബിൻ റഫാ ബിൻ അഫ്ര, റാഫി ബിൻ മാലിക് ബിൻ അജ്ലാൻ, ഖതബ ബിൻ ആമിർ ബിൻ ഖദീദ, അഖബ ബിൻ ആമിർ ബിൻ നാബി ബിൻ സെയ്ദ്, ജാബിർ ബിൻ അബ്ദുല്ല ബിൻ റയ. ഇവരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. ഇവർ മദീനയിൽ വന്നപ്പോൾ അവർ മദീനയിലുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ് തബ്ലീഗ് ചെയ്തു. ഹസ്രത്ത് സാബിത് ബിൻ അഖ്റം ബിൻ സഅലബ ഒരു സഹാബിയായിരുന്നു. ബദരി സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് സാബിത് ബിൻ അഖ്റം ബിൻ സഅലബ ബിൻ ആദി ബിൻ അജ്ലാൻ എന്നായിരുന്നു. അൻസാർ ഗോത്രമായ ബനു ആമിർ ബിൻ ഔസിന്റെ ഖലീലായിരുന്നു. അദ്ദേഹം ബദർ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ വന്നപ്പോൾ ആസിം ബിൻ അദീഖ് പള്ളി നൽകി. അതിൽ സ്വന്തം വീട് നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ ആസിം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഈ പള്ളിയെ വീടാക്കി നിർമ്മിക്കില്ല. അതിൽ അള്ളാഹു എന്താണ് അവതരിപ്പിക്കേണ്ടത് അത് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അത് സാബിത്ത് ബിൻ അക്രമിന് നൽകിയാലും, കാരണം അദ്ദേഹത്തിന്റെ പക്കൽ യാതൊരു വീടുമില്ല. അങ്ങനെ അവിടുന്ന് ആ സ്ഥലം സാബിത്ത് ബിൻ അക്രമിന് നൽകി. അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ സ്ഥലമായി നൽകി എന്ന് പറഞ്ഞത് അത് പള്ളിയുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്ഥലമായിരിക്കാം. പലപ്പോഴായി അവിടെ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടാകാം. പരിഭാഷ നടത്തുന്നവർ പരിഭാഷ നടത്തിയിരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ അത് ശരിയായിട്ടില്ല എന്നാണ്. ചില കാര്യങ്ങൾക്ക് വിശദീകരണം ഉണ്ടാവണം. അതുകൊണ്ട് റിസർച്ച് സെല്ലിലുള്ളവർ അല്പം ഗവേഷണം നടത്തി ശരിയായി അയക്കുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ പരിഭാഷ ചെയ്യാതിരിക്കുക. ഇനി മൂത്താ യുദ്ധത്തിൽ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹയുടെ ഷഹാദത്തിന് ശേഷം ഇസ്ലാമിന്റെ പതാക ഹസ്രത്ത് സാബിത്ത് ബിൻ അക്രമാണ് ഉയർത്തിയത്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മുസ്ലിം സമൂഹമേ, നിങ്ങളിൽ നിന്ന് ഒരാളെ നേതാവായി നിശ്ചയിക്കുക. ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ നിശ്ചയിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അപ്രകാരം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ആളുകൾ ഖാലിദ് ബിൻ വലീദിനെ നേതാവായി നിശ്ചയിച്ചു. ഇബ്നു ഹിഷാമിന്റെ സീറത്ത് നബിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. ചരിത്രത്തിൽ വരുന്നു, മോത്താ യുദ്ധവേളയിൽ മുസ്ലിങ്ങൾ ശത്രുസേനയെ കണ്ടപ്പോൾ അവരുടെ എണ്ണം, സാധന സാമഗ്രികൾ കണ്ട് അവർ വിചാരിച്ചു ഈ സേനയോട് യാതൊരു പോരാട്ടവും നടക്കില്ലെന്ന്. ഹദ്റത്ത് അബൂ ഹുറൈറ പറയുന്നു, ഞാനും മോത്താ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ശത്രുക്കൾ ഞങ്ങളുടെ അടുത്തു വന്നു. ഞങ്ങൾ കണ്ടു അശ്ലീല കുതിരകളുടെ എണ്ണവും സ്വർണത്തിന്റെയും പട്ടിന്റെയും കണക്കും അതിനെ തോൽപ്പിക്കുക എന്നത് ആരുടെയും കഴിവിൽപ്പെട്ടതായിരുന്നില്ല എന്ന് മനസ്സിലാക്കി. ഇത് കണ്ട് എന്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ സാബിത്ത് ബിൻ അക്രം എന്നോട് പറഞ്ഞു, അല്ലയോ അബൂ ഹുറൈറ, നിന്റെ അവസ്ഥ വലിയൊരു സൈന്യത്തെ കണ്ടതുപോലെ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അബൂ ഹുറൈറ പറഞ്ഞു, അതെ. അപ്പോൾ സാബിത്ത് പറഞ്ഞു, നീ ഞങ്ങളോടൊപ്പം ബദറിൽ പങ്കെടുത്തിട്ടില്ല. നമുക്ക് അവിടെയും അംഗസംഖ്യ മുഖേനയല്ല വിജയം ലഭിച്ചത്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ലഭിച്ചത്. ഇവിടെയും അതുതന്നെ സംഭവിക്കുന്നതാണ്. ഹദ്റത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിനോടൊപ്പം അദ്ദേഹം മതപരിത്യാഗികളോട് അടുത്തേക്ക് പുറപ്പെട്ടു. ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദ് ആളുകളുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് ബാങ്ക് വിളി കേട്ടാൽ പോരാടി യുദ്ധം ചെയ്യുമായിരുന്നില്ല. ബാങ്ക് വിളി കേൾക്കാത്തപ്പോൾ യുദ്ധം ചെയ്യുന്നു. അദ്ദേഹം ആ സമൂഹത്തിൽ എത്തിയപ്പോൾ, ബദാഹ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ശത്രുക്കളുടെ അവസ്ഥ അറിഞ്ഞു വരുവാൻ അദ്ദേഹം അക്കാഷ ബിൻ മഅസൻ, സാബിത്ത് ബിൻ അക്രമിനെ ചാരന്മാരായി നിയോഗിച്ചു. അവർ രണ്ടുപേരും കുതിരസവാരികളായിരുന്നു. അക്കാഷയുടെ കുതിരയുടെ പേര് അസ്റാം എന്നും സാബിത്തിന്റെ കുതിരയുടെ പേര് അൽ മഹബർ എന്നുമായിരുന്നു. അവർ രണ്ടുപേരും തലീഹായും അയാളുടെ സഹോദരനുമായി ഏറ്റുമുട്ടി. അവരും ചാരന്മാരായി പുറപ്പെട്ടതായിരുന്നു. സേനയെ വിട്ട് ഒരുപാട് മുന്നിലേക്ക് വന്നിരുന്നു. തൽഹ ഹദ്റത്ത് അക്കാഷയെ നേരിട്ടു, സൽമ ഹദ്റത്ത് സാബിത്തിനെ. ആ രണ്ട് സഹോദരന്മാർ ഈ രണ്ട് സഹാബാക്കളെയും ഷഹീദാക്കി. ഒരു നിവേദനത്തിൽ വരുന്നു, അബൂ വാലിദ് ലിസവി, ഞങ്ങൾ 200 ആളുകളുടെ സേനയിൽ മുന്നിലായി പോയിക്കൊണ്ടിരുന്നു. സെയ്ദ് ബിനു ഖിതാബ് ഞങ്ങളുടെ അമീറായിരുന്നു. സാബിത്തും അക്കാഷായി ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ സമീപത്തോടെ നടന്നപ്പോൾ ഞങ്ങൾക്ക് ആ ദൃശ്യം അസഹനീയമായിരുന്നു. കാരണം ഇവരുടെ ഷഹാദത്തിന് ശേഷം ഈ സൈന്യം പുറകിൽ നിന്ന് വന്നു. ഹദ്റത്ത് ഖാലിദും മറ്റ് മുസ്ലിങ്ങളും ഞങ്ങളുടെ പുറകിലായിരുന്നു. ആ വധിക്കപ്പെട്ട ഷഹീദാക്കപ്പെട്ടവരുടെ സമീപത്തായി നിന്നു. അങ്ങനെ ഹദ്റത്ത് ഖാലിദ് വന്നു. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ സാബിത്തിനെയും അക്കാഷയെയും രക്തത്താൽ വിവർണമായ വസ്ത്രത്തോടെ മറവ് ചെയ്തു. നിവേദനത്തിൽ വരുന്നു, തലീഹ പിന്നെ മുസ്ലിമായപ്പോൾ ഹദ്റത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിന്നോട് സ്നേഹിക്കാൻ സാധിക്കില്ല, സ്നേഹിക്കുകയുമില്ല. ഞങ്ങളുടെ 2 മുസ്ലിം സഹോദരങ്ങളെ, ഉക്കാഷ, ഹദ്റത്ത് സാബിത്ത് ബിൻ അക്രമിനെ എന്നിവരെയും ഷഹീദായത് നീ കാരണത്താലാണ്. പിന്നീട് ഈ ഷഹീദാക്കിയവർ മുസ്ലിങ്ങളായി. അവർക്ക് ഉമ്മ നൽകിയ മറുപടി ഇതാണ്, നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ 2 മുസ്ലിങ്ങളെ ഷഹീദാക്കിയവരാണ്. അപ്പോൾ തൽഹ പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അവർക്ക് എന്റെ കരങ്ങളാൽ അള്ളാഹു ആദരവ് നൽകിയിരിക്കുന്നു. ഇവർക്ക്
സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ബിൻ ഉമർ പറയുന്നു, ഹസ്രത്ത് സാബിത്തിന് തൽഹ 12 ഹിജ്രി ബദാഹ എന്ന സ്ഥലത്ത് വെച്ചാണ് ഷഹീദാക്കിയത്. അത് സൽമാ ബിൻ സലാമ ബദരി സഹാബിയായിരുന്നു, അൻസാരിയായിരുന്നു. ഔസ് ഗോത്രത്തിലെ ബനു അഷ്അർ കുടുംബവുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ബന്ധം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വന്നിരിക്കുന്നുവെന്ന വാർത്ത എത്തിയപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശ്വസിച്ച ആദ്യത്തെ ആളുകൾ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം ബൈഅത്തെ ഉത്ബ ഊല സാനിയ രണ്ടിലും പങ്കെടുത്തിരുന്നു. കൂടാതെ ബദർ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു. ഹദ്റത്ത് ഉമർ തന്റെ ഖിലാഫത്ത് കാലത്ത് യമാമയുടെ അധികാരിയായി നിയോഗിച്ചു. ഉമർ ബിൻ ഖത്താത്ത പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് സൽമാ ബിൻ സലാമ, ഹദ്റത്ത് അബു സബ്ര ബിൻ അബി റഹം എന്നിവരുമായി സാഹോദര്യബന്ധം സ്ഥാപിച്ചു. എന്നാൽ ഇബ്നു ഇസ്ഹാഖിന്റെ അഭിപ്രായ പ്രകാരം സൽമാ ബിൻ സലാമ ഹദ്റത്ത് സുബൈർ ബിൻ അൽ അവാം എന്നിവരുമായാണ് സാഹോദര്യബന്ധം ഉണ്ടാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ ഒരു സംഭവം, അദ്ദേഹം തന്റെ ചെറുപ്പത്തിലെ ഒരു സംഭവം സ്വയം വിവരിക്കുന്നു. ഒരിക്കൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ തന്റെ കുടുംബത്തിലെ ആളുകൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു യഹൂദി പണ്ഡിതൻ കടന്നു വന്നു. അയാൾ ഞങ്ങളുടെ മുമ്പാകെ കിയാമത്ത്, കണക്കെടുപ്പ്, സ്വർഗം, നരകം എന്നിവയെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളും വിഗ്രഹ ആരാധകരും നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് മരിച്ചതിനു ശേഷം വീണ്ടും ജീവിക്കും എന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നില്ല. അവർ ഈ യഹൂദി പണ്ഡിതരോട് ചോദിച്ചു, മനുഷ്യർ മരിച്ചതിനു ശേഷം വീണ്ടും ജീവിക്കും എന്നത് യാഥാർത്ഥ്യമാണോ? പരലോക ജീവിതത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും അവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്റെ പ്രവർത്തന ഫലത്തെക്കുറിച്ചും അറിയില്ലായിരുന്നു. അയാൾ പറഞ്ഞു, അതെ. അവർ ചോദിച്ചു, അതിന്റെ അടയാളം എന്താണ്? അപ്പോൾ അയാൾ മക്കയിലേക്കും യമനിലേക്കും കൈയുയർത്തി കാട്ടി പറഞ്ഞു, അവിടെ നിന്ന് ഒരു നബി വരും. അവർ ചോദിച്ചു, എപ്പോ വരും? എന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടി ആയുസ് കരസ്ഥമാക്കിയാണെങ്കിൽ തീർച്ചയായും നബിയെ കാണുന്നതാണ്. അത് സലാമ പറയുന്നു, ഈ സംഭവത്തിന് ശേഷം കുറച്ചു വർഷം കടന്നതേയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ വിഗ്രഹ ആരാധകരായ, അഗ്നി പൂജിക്കുന്നവരായിരുന്ന എല്ലാവരും വിശ്വസിച്ചു. ആ സമയത്ത് ആ യഹൂദി പണ്ഡിതനും ജീവിച്ചിരുന്നു. പറയുന്നു, ആ യഹൂദി പണ്ഡിതനും ജീവനോടുണ്ടായിരുന്നു. എന്നാൽ അസൂയ കാരണം അയാൾ വിശ്വസിച്ചില്ല. ഞങ്ങൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ നബിയുടെ ആഗമനത്തെക്കുറിച്ച് വാർത്തകൾ ഞങ്ങളെ കേൾപ്പിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അയാൾ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞ നബിയല്ല. അവസാനം അദ്ദേഹം പറയുന്നു, അവസാനം കുഫറിന്റെ അവസ്ഥയിൽ തന്നെ അയാൾ മരണപ്പെട്ടു. ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുഴപ്പങ്ങൾ തലപൊക്കി. അപ്പോൾ ഇദ്ദേഹം ഏകാന്തവാസം ആരംഭിച്ചു. തന്നെ സ്വയം ദൈവീക ആരാധനകൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വേറിട്ട് നിന്നു. കാരണം ആ സമയത്ത് വലിയ ഫിത്നയാണ് ഉണ്ടായത്. ഇബാദത്ത് മാത്രമായി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിനെ കുറിച്ച് അഭിപ്രായ ഭിന്നതയുണ്ട്. ചിലർ പറയുന്നു 34 ഹിജരിയിൽ വഫാത്തായി, മറ്റു ചിലർ പറയുന്നു 45 ഹിജരിയിൽ വഫാത്തായി എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രായം 74 ആയിരുന്നു. വഫാത്തായ സമയത്ത് മദീനയിൽ വെച്ചാണ് വഫാത്താകുന്നത്. ഹദ്റത്ത് ജബർ ബിൻ അതീഖ് ഒരു ബദരി സഹാബിയായിരുന്നു. ബദർ പോലുള്ള എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. മദീനയിലാണ് താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്ത് വരെ അവിടെ താമസിച്ചു. ഹദ്റത്ത് ജബർ ബിൻ അതീഖിന്റെ സ്ഥാനപ്പേര് അബ്ദുള്ള എന്നായിരുന്നു. സന്താനങ്ങൾ 2 ആൺകുട്ടികളും അതീഖ, അബ്ദുള്ള. ഒരു പെൺകുട്ടി ഉമ്മെ സാബിത് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് ജബർ ബിൻ അതീഖ്, ഖസാർ ബിൻ അറത്ത് എന്നിവരുടെ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. മക്ക വിജയ സമയത്ത് ബനു മുആവിയ ബിൻ മാലിക്കിന്റെ പതാക ഇദ്ദേഹത്തിന്റെ പക്കലാണ് ഉണ്ടായിരുന്നത്. ഹദ്റത്ത് ജബർ ബിൻ അതീഖിന്റെ വഫാത്ത് 61 ഹിജരിയിൽ യസീദ് ബിൻ മുആവിയയുടെ ഖിലാഫത്ത് സമയം 71ാമത്തെ വയസ്സിലാണ് സംഭവിച്ചത്. ഖിലാഫത്തല്ല, കാലഘട്ടം എന്നാണ് പറയേണ്ടത്. ഹദ്റത്ത് സാബിത് ബിൻ സഅലബ, അദ്ദേഹത്തിന്റെ പേര്
സാബിത് ബിൻ ജസർ എന്നും പറയപ്പെടുന്നു. ഇദ്ദേഹം 70 അൻസാറുകളോടൊപ്പം അഖബ സാനിയായി ഹാജരായിരുന്നു. ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുദൈബിയ, ഖൈബർ, ഫതഹ് മക്ക, തായിഫ് എന്നീ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. തായിഫ് യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. ഹസ്രത്ത് സാബിത്ത് തന്റെ പിതാവ് ഹസ്രത്ത് സഅലബയോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. മറ്റൊരു സഹാബി സുഹൈൽ ബിൻ വഹബാണ്. അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് സുഹൈൽ ബിൻ വഹബ് ബിൻ റബീഅ ബിൻ ഉമർ ബിൻ ആമിർ ഖുറൈഷി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ദാദ് എന്നായിരുന്നു. എന്നാൽ അവർ ബൈസ എന്ന പേരിൽ പ്രശസ്തയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇബ്നു ബൈസ എന്ന പേരിലും അറിയപ്പെടുന്നു. അതുകൊണ്ട് ഗ്രന്ഥങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പേര് സുഹൈൽ ബിൻ ബൈസ എന്നും ലഭിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ബന്ധം ഖുറൈഷ് ഗോത്രമായ ബനു ഫഹറുമായിട്ടായിരുന്നു. ആരംഭത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. നീണ്ടകാലം അവിടെ താമസിച്ചു. ഇസ്ലാമിന്റെ തബ്ലീഗ് മക്കയിൽ വിളംബരപ്പെടുത്തിയപ്പോൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം മദീനയിലേക്ക് പോയി. ഹസ്രത്ത് സുഹൈലിനോടൊപ്പം തന്റെ രണ്ടാമത്തെ സഹോദരൻ ഹസ്രത്ത് സഫാൻ ബിൻ ബൈസായും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രായം 34 വയസ്സായിരുന്നു. ഉഹദ്, ഖന്ദഖ് അങ്ങനെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. ഇവരുടെ മൂന്നാമത്തെ സഹോദരൻ സഹൽ ഖുറൈശികളോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി എഴുതുന്നു, സഹൽ മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ ആരോടും താൻ മുസ്ലിം ആയത് വെളിപ്പെടുത്തിയിരുന്നില്ല. ഖുറൈശികൾ ബദർ യുദ്ധത്തിൽ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ തടവിലാക്കപ്പെട്ടു. ഹദ്റത്ത് ഇബ്നു മസൂദ് സാക്ഷ്യം പറഞ്ഞു, മക്കയിൽ ഇദ്ദേഹത്തെ നമസ്കരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുമൂലം അദ്ദേഹം സ്വതന്ത്രനാക്കപ്പെട്ടു. പിന്നെ മദീനയിൽ അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന്റെയും ഹദ്റത്ത് സുഹൈലിന്റെയും ജനാസ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിർവഹിച്ചു. ഹദ്റത്ത് സുഹൈൽ ഇബ്നു ബൈസ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തബൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തെ സവാരിയുടെ പിൻവശത്ത് ഇരുത്തി. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉച്ചത്തിൽ പറഞ്ഞു, അല്ലയോ സുഹൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 3 പ്രാവശ്യം ഇപ്രകാരം വിളിച്ചു. 3 പ്രാവശ്യവും ഹദ്റത്ത് സുഹൈൽ പറഞ്ഞു, ലബൈക് യാ റസൂലുള്ളാഹ്. അങ്ങനെ ആളുകൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് മുന്നിലുള്ളത് അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു. പിന്നിലുള്ളവർ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഓടിവന്നു. ഈ രീതിയിലാണ് ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിനായി വിളിച്ചിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ആരാണ് സാക്ഷ്യം പറയുന്നത്? ആളുകൾ കൂടിയപ്പോൾ പറഞ്ഞു, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ആരാണ് സാക്ഷ്യം പറയുന്നത്? അവൻ ഏകനാണ്, അവന് പങ്കുകാരനില്ല. അത്തരം വ്യക്തിയുടെ മേൽ അല്ലാഹു അഗ്നി ഹറാമാക്കിയിരിക്കുന്നു. ഇത് ചരിത്ര പുസ്തകമാണ്. ഇതും മുസ്ലിങ്ങൾ വായിക്കുന്നു. ഇത് മുസ്ലിം ആകുന്നതിനുള്ള ഒരു വിവക്ഷ കൂടിയാണ്. എന്നാൽ ഇവരുടെ കർമ്മം ഇതിന് വിപരീതമാണ്. ഇതിൽ അവർ ഫത്വകൾ നൽകാറുണ്ട്. അതും ഈ കാര്യങ്ങൾക്ക് എതിരായിട്ടാണ്. ഹസ്രത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഞങ്ങളുടെ പക്കൽ ഫാളി അഥവാ ഈന്തപ്പഴത്തിന്റെ മധ്യമല്ലാതെ മറ്റൊരു മധ്യവും ഉണ്ടായിരുന്നില്ല. ആ ഒരു മദ്യത്തിനാണ് നിങ്ങൾ ഫളി എന്ന് പറയുന്നത്. പറയുന്നു, ഞാൻ ഒരിക്കൽ എഴുന്നേറ്റ് നിന്നു. അബൂ തൽഹ വിവിധങ്ങളായ മദ്യങ്ങൾ കുടിപ്പിച്ചിരുന്നു. ഈ സമയത്ത് ഒരു വ്യക്തി വന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വാർത്ത വന്നോ? എന്താണ് വാർത്ത എന്ന് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ആളുകൾ പറയാൻ തുടങ്ങി, ആരാണ് ഈ മദ്യം കുടിച്ചിരുന്നത്? അതായത് അനസ് ആ മദ്യപാത്രം കമഴ്ത്തുക. പറയുന്നു, അവർ ആ വാർത്ത അയാളിൽ നിന്ന് കേട്ട ശേഷം മദ്യത്തെക്കുറിച്ച് വീണ്ടും ചോദിക്കുകയോ രണ്ടാമത് കുടിക്കുകയോ ചെയ്തില്ല. ഒരു കൽപ്പന വന്നു. പിന്നെ രണ്ടാമത് അതായത് മദ്യത്തിന്റെ കാര്യം പറയുക പോലും ചെയ്യാതെ അനുസരണം കാണിച്ചു. മറ്റൊരു ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു, ഹസ്രത്ത് അബൂ തൽഹയോടൊപ്പം
ഹസ്രത്ത് അബു ദജാന, ഹസ്രത്ത് സുഹൈൽ ഇബ്നു ബൈസാഹ് ആ സമയം മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്ന് 9 ഹിജ്രിക്ക് അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ നിർവഹിച്ചു. വഫാത്തായ സമയത്ത് അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹസ്രത്ത് ഇബാദ് ബിൻ അബ്ദുല്ല ബിൻ സുബൈർ നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് ആയിഷ പറയുന്നു, ഹസ്രത്ത് സഅദ് ബിൻ അബി വഖാസിന്റെ ജനാസ നമസ്കാരം പള്ളിയിൽ നടത്തിയാലും, അതായത് പള്ളിയിൽ കൊണ്ടുവന്നാലും, അങ്ങനെ അവർക്കും ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ആളുകൾ ആയിഷയുടെ വാക്കുകൾ നിരാകരിച്ചു. ഇത് അസാധാരണമായ കാര്യമാണ്. ഉടൻ ആയിഷ പറഞ്ഞു, ആളുകൾ എത്ര വേഗമാണ് മറന്നു കളയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുഹൈൽ ഇബ്നു ബൈസായുടെ ജനാസ പള്ളിയിലാണ് നിർവഹിച്ചത്. അവർ വിചാരിച്ചത് തുറന്ന സ്ഥലത്ത് നടത്തണമെന്നാണ്. ഇവരുടെ ഇസ്ലാഹ് ഹസ്രത്ത് ആയിഷ നടത്തി. പള്ളിയിലും ഇത്തരത്തിൽ ജനാസ നമസ്കരിപ്പിക്കാവുന്നതാണ്. ഹസ്രത്ത് തഫീൽ ഇബ്നു ഹാരിസ് ഒരു സഹാബിയായിരുന്നു. ഹസ്രത്ത് തഫീൽ തന്റെ സഹോദരൻ ഹസ്രത്ത് ഉബൈദ, ഹസ്രത്ത് ഹസീബ് എന്നിവരോടൊപ്പം ബദർ, ഉഹദ്, ഖന്ദഖ് എന്നീ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് തുഫൈൽ ബിൻ ഹാരിസിന്റെ സഹോദരി ബന്ധം ഹസ്രത്ത് മുൻസിർ ബിൻ മുഹമ്മദുമായി, ചില നിവേദനങ്ങൾ ഹസ്രത്ത് സുഫിയാൻ ബിൻ നസറുമായി സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നു. ഹസ്രത്ത് തുഫൈലിന്റെ വഫാത്ത് ഹിജ്റ 32 മറ്റൊരു സഹാബി ഹസ്രത്ത് അബു സലീദ് അസീറ ബിൻ അമ്രാണ്. ഉസൈറ ബിൻ അമ്ര എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. സ്ഥാനപ്പേര് അബു സലീദ് എന്നാണ്. അബു സലീദ് എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് അമ്രും അബു ഖാരിജ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബദറും മറ്റ് യുദ്ധങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. അദ്ദേഹം ഖസ്റജിന്റെ ശാഖയായ അസീബിന്റെ നജാറുമായി ായിരുന്നു ബന്ധം. അദ്ദേഹത്തിന്റെ പിതാവ് അബു ഖാരിജ അമ്ർ ബിൻ ഖൈസും സഹാബിയായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കഴുതകളുടെ മാംസം ഭക്ഷിക്കുന്നത് വിലക്കിയിരുന്നു. ആ സമയത്ത് പാത്രം അടുപ്പിലായിരുന്നു. അതിൽ കഴുതയുടെ മാംസം പാകം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ആ പാത്രങ്ങൾ കമഴ്ത്തിക്കളഞ്ഞു. ഹസ്രത്ത് സഅലബ ബിൻ ഖത്തബ് അൻസാരി ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ബനു ഉമേർ ഇബ്നു ഔസുമായിട്ടാണ്. ബദർ, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഔസ് ഗോത്രത്തിന്റെ ശാഖിയായ ബനു ഉമേർ ബിൻ ഔസുമായിട്ടാണ് ബന്ധം എന്ന് പറയപ്പെടുന്നു. ബദറും മറ്റു യുദ്ധത്തിലും പങ്കെടുത്തതായി നിവേദനങ്ങൾ പറയുന്നു. ഹസ്രത്ത് ഉമാമ ബഹലി വിവരിക്കുന്നു, സഅലബ് ബിൻ ഹാത്തിബ് അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് സമ്പത്ത് ഉണ്ടാകുന്നതിനായി അള്ളാഹുവിനോട് ദുആ ചെയ്താലും. അവിടുന്ന് പറഞ്ഞു, വളരെ ദുഃഖകരം, നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചാണ്. ധനത്തെ സംരക്ഷിക്കാനുള്ള ശക്തിയും ഇല്ല തന്നെ. ദുആ ചെയ്തില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വന്നു പറഞ്ഞു, എനിക്ക് സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്താലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മാതൃക നിനക്ക് മതിയായതല്ലേ, എന്നിട്ട് സമ്പത്ത് ആഗ്രഹിക്കുന്നുവോ? അവിടുന്ന് പറഞ്ഞു, എന്റെ ജീവൻ ആരുടെ കയ്യിലാണ്, അവനെ കൊണ്ട് സത്യം. ഞാൻ പർവ്വതത്തിനോട് പറയുന്നു, എനിക്ക് വേണ്ടി സ്വർണമോ വെള്ളിയോ ആകുവിൻ, ഉടൻ അത് ആയിത്തീരുന്നതാണ്. എന്നാൽ അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. അത്തരം ധനത്തിനോട് അധികം കീഴ്പ്പെട്ടിരിക്കരുത്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു താങ്കളെ ഹക്കോടുകൂടി അയച്ചിരിക്കുന്നു. അവനോട് എനിക്ക് സമ്പത്തുണ്ടാകുന്നതിനായി ദുആ ചെയ്താലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്തു. സഅലബയ്ക്ക് സമ്പത്ത് നൽകിയാലും. നിവേദകൻ പറയുന്നു, അദ്ദേഹത്തിന് കുറച്ച് ആടുകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം എത്ര അനുഗ്രഹം ഉണ്ടായെന്നാൽ കീടങ്ങൾ വർദ്ധിക്കുന്നത് പോലെ വർദ്ധിക്കാൻ തുടങ്ങി. പിന്നെ അതിനെ നോക്കുന്നതിനായി ലുഹർ, അസർ നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ പോകുന്നത് നിന്നു. അവിടെ തന്നെ നമസ്കരിക്കാൻ തുടങ്ങി. പിന്നെ വീണ്ടും
കൂടിയപ്പോൾ വർദ്ധിച്ചപ്പോൾ ജുമാ നമസ്കാരത്തിനും പോകാതായി. ജുമാ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ അവസ്ഥകൾ അന്വേഷിക്കാറുണ്ടായിരുന്നു. സഅലബയെക്കുറിച്ച് ആളുകളോട് അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പക്കലുള്ള മൃഗങ്ങൾ മുഴുവൻ പ്രദേശത്തും വ്യാപിച്ചിരിക്കുകയാണ്, അതിനെയെല്ലാം പരിചരിക്കാൻ സമയം വേണം, അതുകൊണ്ട് വരാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ വലിയ ഖേദം പ്രകടിപ്പിച്ചു. 3 പ്രാവശ്യം ഖേദം പ്രകടിപ്പിച്ചു. പിന്നെ സക്കാത്തിന്റെ ആയത്ത് അവതരിച്ചു. അവിടുന്ന് സക്കാത്ത് വാങ്ങാൻ 2 പേരെ അയച്ചു. ആ ആളുകൾ സഅലബയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒഴികഴിവ് പറയാൻ തുടങ്ങി. സക്കാത്ത് നൽകിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ബാക്കി സ്ഥലത്ത് നിന്ന് സക്കാത്ത് വാങ്ങി തിരിച്ചു വാ. അവർ മറ്റു സ്ഥലങ്ങളിൽ പോയി. മറ്റൊരു സ്ഥലത്തൊരു വ്യക്തി മേൽത്തരം ഒട്ടകത്തിൽ നിന്നൊരൊട്ടകം നൽകി. അവർ പറഞ്ഞു, ഞങ്ങൾ മേൽത്തരം ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സന്തോഷത്തോടു കൂടിയാണ് നൽകുന്നത്. വലിയ സംഭവമാണ്. അദ്ദേഹം സക്കാത്ത് നൽകിയില്ല. സക്കാത്ത് ശേഖരിക്കുന്നവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് നൽകി. ആ സമയത്ത് ഈ ആയത്തുകൾ അവതരിച്ചിരുന്നു. വമിൻഹും മൻ അഹദല്ലാഹു മുതൽ വബിമാ കാനു യക്സിബൂൻ വരെയുള്ള മുഴുവൻ ആയത്തുകൾ സൂറ തൗബയിലെ 75 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സദസ്സിൽ സഅലബയുടെ ഒരടുത്ത സുഹൃത്ത് ഉണ്ടായിരുന്നു. ഇത് കേട്ട് അദ്ദേഹം സഅലബയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അല്ലയോ സഅലബ, നിന്നെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. അള്ളാഹു നിന്നെ സംബന്ധിച്ച് ഇന്ന ആയത്തുകൾ ഇറക്കിയിരിക്കുന്നു. സഅലബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു പറഞ്ഞു, എന്നിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചാലും. അവിടുന്ന് പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുന്നതിനെ അള്ളാഹു തടഞ്ഞിരിക്കുന്നു. അങ്ങനെ പരാജിതനായി തിരിച്ചുപോയി. പിന്നെ അബൂബക്കറിന്റെ കാലത്ത് സക്കാത്തുമായി വന്നു. അബൂബക്കർ അത് സ്വീകരിച്ചില്ല. ഉമറിന്റെ കാലത്ത് വന്നു. അപ്പോഴും അത് സ്വീകരിക്കപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്വീകരിക്കാത്തത് ഞാൻ എങ്ങനെ സ്വീകരിക്കാനാണ്? പിന്നെ ഉസ്മാൻ ഖലീഫയായപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് എന്റെ സക്കാത്ത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ സ്വീകരിക്കപ്പെട്ടില്ല. ഹദ്റത്ത് ഉസ്മാന്റെ കാലത്താണ് ഇദ്ദേഹം വഫാത്തായത്. ഈ സംഭവം ഒരു വശത്ത് ബദരി സഹാബികൾ സ്വർഗത്തിൽ പോകുന്നവരാണ് എന്ന് പറയുന്നു. മറുവശത്ത് ഈ നീണ്ട ഒരു നിവേദനം സക്കാത്ത് സ്വീകരിക്കാത്തതിനെ സംബന്ധിച്ച് വരുന്നു. ഇത് വായിച്ച് എന്റെ ഹൃദയത്തിലും ചിന്ത ഉദിച്ചു. ഇത് കേട്ട് നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടായിക്കാണും. ഇതെങ്ങനെ സംഭവിക്കാനാണ്? ഒന്നെങ്കിൽ നിവേദനം തെറ്റാണെന്ന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും സംബന്ധിച്ചായിരിക്കാം. അങ്ങനെ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി ഈ സംഭവത്തെ വിവരിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതുന്നു, ഈ സംഭവം ശരിയാണെന്ന് സ്ഥാപിതമായാൽ, ഈ സംഭവം ഇതുപോലെ തന്നെ സംഭവിച്ചു എങ്കിൽ, അത് ഏതെങ്കിലും ഒരു സഹാബിയിൽ നിന്ന് സക്കാത്ത് വാങ്ങിക്കുക അല്ല വാങ്ങാതിരിക്കുക എന്നത് ശരിയാണെന്ന് സ്ഥാപിതമായാൽ, പിന്നെ ഈ സംഭവത്തിലെ വ്യക്തിയെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം അത് ഹസ്രത്ത് സഅലബ ആണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. കാരണം അദ്ദേഹം ബദരി സഹാബിയായിരുന്നു. ബദരി സഹാബാക്കളെ കുറിച്ച് അള്ളാഹു പാപപൂർത്തി വിളംബരം ചെയ്തതാണ്. അവരിൽ കപടത അല്ലെങ്കിൽ മറ്റു വല്ല ബലഹീനതയും ഉണ്ടാകില്ല. എഴുതുന്നു അല്ലാമ ഹജർ അസ്കലാനി എഴുതുകയാണ്, ഇബ്നു ഖൽസിയുടെ വിവരണത്തിൽ നിന്ന് ഇതിലൊരു വ്യത്യാസം വ്യക്തമാകുന്നുണ്ട്. ബദരി സഹാബി ഉഹദ് യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടിരുന്നു. അതിനെ പിന്തുണച്ച് ഇബ്നു മർദൂയ അതിയായുടെ സനദിൽ ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ സംബന്ധിച്ചുള്ളത് അനുബന്ധമായി നൽകിയിരിക്കുന്നു. പറയുന്നു, ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സഅലബ ബിൻ അബി ഹാത്തിബ് എന്ന് വിളിച്ചിരുന്നു. അയാൾ അൻസാരിയായിരുന്നു. അവരുടെ സദസ്സിൽ വന്ന് പറഞ്ഞു,
ഒരുപക്ഷെ അള്ളാഹു എനിക്ക് തന്റെ അനുഗ്രഹം നൽകിക്കൊണ്ട് മാല നൽകുകയാണെങ്കിൽ, ഇത് നീണ്ട സംഭവമാണ്, അത് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സഅലബ ബിൻ അബി ഹാത്തിബാണ്. ബദരി സഹാബിയെ സംബന്ധിച്ച് എല്ലാവരും പറയുന്നത് അദ്ദേഹം സഅലബ ബിൻ ഹാത്തിബ് എന്നാണ്. ഈ നിവേദനം തെളിവ് എന്ന നിലയിൽ ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരുന്നു, ആരാണ് ബദറിലും ഹുദൈബിയ സന്ധിയിലും പങ്കെടുത്തത് അതിൽ ഒരു മുസ്ലിമും നരകത്തിൽ പ്രവേശിക്കില്ല. കൂടാതെ ഒരു ഖുദ്സിയായ ഹദീസ് ബദരികളോട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് പുറത്തു നൽകപ്പെടുന്നതാണ്. പറയുന്നു, ആരുടെ സ്ഥാനമാണ് ഇപ്രകാരമുള്ളത്, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു കപടത എങ്ങനെ ഉണ്ടാക്കാനാണ്. ഹൃദയത്തിൽ കപടത ഉണ്ടാക്കുക, പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുക, അതൊരിക്കലും ഉണ്ടാകുകയില്ല. പിന്നെ എഴുതുന്നു, ഏതൊന്ന് അവതരിച്ചു ഇതിനെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ കപടതയുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ കാര്യം വ്യക്തമാണ്. ഇത് ആ വ്യക്തിയല്ല, അതായത് ഹദ്റത്ത് സഅലബ ആയിരുന്നില്ല, മറ്റൊരു വ്യക്തിയാണ്. ആദ്യത്തെ വ്യക്തി സഹാബി ഷഹീദായിരുന്നു. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അത് സഅലബ ബിൻ അബി ഹാത്തിമയാണ്. പേരുകൾ ഒരുപോലെയാണ്, അതിനാലാണ് തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോയത്. മറ്റേത് സഅലബ ബിൻ അബി ഹാത്തിബ്. രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. ഈ തെറ്റിദ്ധാരണ ബദരി സഹാബാക്കളെ സംബന്ധിച്ച് അവർ തെറ്റായി വല്ലതും പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് ഒരിക്കലും അതുണ്ടാകുകയില്ല. അല്ലാഹു അല്ലാമ ഇബ്നു ഹജർ അസ്കലാനിക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. അദ്ദേഹം ഈ സംഭവത്തെ നല്ലതുപോലെ തുറന്നു വിവരിച്ചിരിക്കുന്നു. ബദരി സഹാബിയുടെ മേലുണ്ടായി ആക്ഷേപത്തെ ചരിത്ര രേഖകൾ വെച്ച് അതിൽ നിന്ന് മുക്തമാക്കിയുണ്ടായി. പിന്നെ ഒരു സഹാബി ഹദ്റത്ത് സയ്യിദ് ഇബ്നു ഉസ്മാൻ ഇബ്നു ഖൽദ് അൻസാരിയാണ്. ചിലർ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഇബ്നു ഉസ്മാൻ എന്നാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ആരുടെ പാദങ്ങളാണ് തെറ്റിയത് ഉഹദ് യുദ്ധത്തിൽ, അവരിൽ ഇദ്ദേഹം ഉൾപ്പെടുന്നു. പിന്നീട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇവരുടെ പാവപൂർത്തിയെ സംബന്ധിച്ച് വിളംബരം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അഖബായുടെ സഹോദരനായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹറ എന്ന സ്ഥലത്ത് ബേറെ എഹ എന്ന പ്രദേശത്ത് വരികയുണ്ടായി. അവിടെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ചെറിയ മകൻ അബാദ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം ആളുകൾക്ക് വെള്ളം കുടിപ്പിച്ചിരുന്നു. അത് അബാദ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നില്ല, കാരണം അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. അതിനുശേഷം സഅദ് വന്നു. അപ്പോൾ അബാദ ഈ വന്ന ആളുകളുടെ അടയാളങ്ങൾ പറഞ്ഞു. സഅദ് പറഞ്ഞു, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്, അതുകൊണ്ട് നീ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, നീ പോവുക, അദ്ദേഹത്തെ കാണുക, ഓടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തലവയിൽ തടയിക്കൊണ്ട് ദുആ ചെയ്തു. അത് സഅദ് ബിൻ ഉസ്മാന്റെ 80ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. മറ്റൊരു സഹാബി ഹസ്രത്ത് ആമിർ ഇബ്നു ഉമയ്യാണ്. ഹസ്രത്ത് ഹിഷാം ഇബ്നു ആമിറിന്റെ പിതാവായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഉഹദിൽ ഷഹീദാക്കപ്പെട്ടു. കബീല ബനു അദി ഇബ്നു നജാർ ആയിട്ടായിരുന്നു ബന്ധം. ഹസ്രത്ത് ഹിഷാം ഇബ്നു ആമിർ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ ശുഹദാക്കളെ ദഫൻ ചെയ്യുന്നത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയ വിശാലമായിട്ടുള്ള ഖബറുകൾ ഉണ്ടാക്കുക, 2-3 പേരെ മറവ് ചെയ്യുക. പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കൂടുതൽ അറിയാവുന്ന ആളെ ആദ്യം മറവ് ചെയ്യുക. അതത് ഹഷാം ഇബ്നു ആമിർ പറയുന്നു, എന്റെ പിതാവ് ആമിർ ഇബ്നു ഉമയ്യ 2 ആളുകൾക്ക് മുമ്പായി ഖബറിൽ വെക്കുകയുണ്ടായി. ഹസ്രത്ത് ആമിറിന്റെ മകൻ ഹിഷാം ഇബ്നു ആമിർ ഒരിക്കൽ ഹസ്രത്ത് ആയിഷയുടെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹം എത്ര നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് പരമ്പര മുന്നോട്ട് പോയില്ല. ഹസ്രത്ത് ആമിർ ഇബ്നു അബി സറാബിന് സഹാബിയാണ്. അദ്ദേഹം വാഖിദി എന്ന പേരിൽ മുഹമ്മദ് ഇബ്നു അബി സറഅ എന്നും പറയപ്പെടുന്നു. കബീല ബനു ഹാരിസ് ഇബ്നു കഹർ എന്ന ഗോത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അബൂ സയ്യിദ് എന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്. 30 ഹിജരി മദീനയിലാണ് ഇദ്ദേഹം ഉസ്മാന്റെ കാലഘട്ടത്തിൽ വഫാത്താകുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഹസ്രത്ത് വഹബ് ബിൻ അബി സറ മുഹാജിറിൻ ഹബ്ഷയിൽ പെട്ട ആളാണ്. 2 സഹോദരന്മാരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഉഹദ്, ഹന്തക് എന്നീ യുദ്ധങ്ങളിലും മറ്റ് യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. അവർക്ക്
സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ മഖ്സൂം ഇബ്നു ഹദമിന്റെ വീട്ടിലാണ് അവർ താമസിച്ചത്. പിന്നീട് ഹസ്രത്ത് അസ്മ ഇബ്നു ഹുസൈൻ എന്ന സഹാബി ബനു ഖൗഫിന്റെ ഖസ്റജ് ആയിട്ടാണ് ബന്ധം. അദ്ദേഹത്തിന്റെ സഹോദരൻ ഖലീൽ ഇബ്നു വബ്ര തന്റെ പിതാമഹൻ അബ്രായുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ചിലർ പറയുന്നു അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് പറയുന്നു. ഇതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചില ആളുകൾ ഇതിന്റെ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഹസ്രത്ത് ഖലീഫ ബിൻ അദി, ഇദ്ദേഹത്തിന്റെ പേരിലും ചിലരുടെ അഭിപ്രായ ഭിന്നതയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചിലർ പറയുന്നത് ഖലീഫ ബിൻ അദി എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റു ചിലർ ഖുലൈഫ ബിൻ അദി എന്നും പറയപ്പെടുന്നു. ബദർ, ഉഹദ് എന്നീ 2 യുദ്ധങ്ങൾ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഖലീഫ ഇബ്നു അദി ഇബ്നു ഉമർ ഇബ്നു മാലിക് ഇബ്നു ഉമൈർ ഇബ്നു മാലിക് ഇബ്നു അലി ഇബ്നു ബിയാസ ബദരി സഹാബിയായിരുന്നു. ബദർ യുദ്ധത്തിന് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. ആദ്യം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ബദരി സഹാബി എന്ന സൗഭാഗ്യത്തിൽ ലഭിച്ചു. അതിനുശേഷം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഉഹദിന് ശേഷം ഇദ്ദേഹത്തിന്റെ പേര് ഹുഫായിൽ പറയപ്പെടുന്നു. വലിയ കൂടുതലായൊന്നും വ്യക്തമല്ല. പൊതു സദസ്സിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നില്ല. പിന്നീട് ഹസ്രത്ത് അലിയുടെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. അലിയുടെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഉണ്ടായ എല്ലാ യുദ്ധങ്ങളിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. എന്നാൽ ഹസ്രത്ത് അലിയുടെ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വഫാത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും ഒരു സീറത്തിന്റെ പുസ്തകത്തിലും ലഭിച്ചിട്ടില്ല. ഹസ്രത്ത് മുആദ് ഇബ്നു മുആസിന്റെ സംഭവം വേറെ മഅ്മൂനയിൽ ഷഹാദത്ത് സംഭവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് നൈസ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ഹസ്റജ് കബീലയുമായിട്ടാണ്. ചില റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. വേറെ മഅ്മൂനയുടെ സമയത്ത് ഇദ്ദേഹത്തിന് ഷഹീദാക്കിയുണ്ടായി. മറ്റൊരു റിവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ബദർ യുദ്ധത്തിൽ മുറിവേൽക്കുകയും പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം ഈ മുറിവ് കാരണം അദ്ദേഹം വഫാത്താവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ ആയിസ് ഇബ്നു മുആസും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. സുലഹ് ഹുദൈബിയയ്ക്ക് ശേഷം എപ്പോഴാണ് ഹൈവിന ഇബ്നു ഐസ് ഖുഫിയാൻ ഗോത്രത്തിന്റെയോടൊപ്പം കാട്ടിൽ മേഞ്ഞുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകത്തിന് മേൽ ആക്രമണം നടത്തുകയുണ്ടായി. അങ്ങനെ അതിനെ സുരക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയെ കൊല ചെയ്തു. ആ ഒട്ടകങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും അതോടൊപ്പം ഷഹീദാക്കിയ ആളുടെ ഭാര്യയെയും കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിനെ സംബന്ധിച്ച് അറിവ് ലഭിച്ചപ്പോൾ അവിടുന്ന് 8 സവാരികളെ ശത്രുക്കളെ പിടികൂടുന്നതിനായി അയച്ചു. ആ 8 പേരിൽ ഹസ്രത്ത് മുആദ് ഇബ്നു മുആസും ഉണ്ടായിരുന്നു. ഈ സംഭവത്തെ സംബന്ധിച്ച് പറയപ്പെടുന്നു നിവേദനത്തിൽ ഈ 8 സവാരികൾ ഹസ്രത്ത് അബു അയാഷും ഉണ്ടായിരുന്നു. അയക്കുന്നതിന് മുമ്പ് ഹസ്രത്ത് അബു അയാഷിനോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഈ കുതിരയെ മറ്റാർക്കെങ്കിലും നല്ലതുപോലെ സവാരി ചെയ്യുന്ന ആൾക്ക് നൽകുക. അബു അയാഷ് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ നല്ലതുപോലെ സവാരി ചെയ്യുന്ന ആളാണ്. ഇത് പറഞ്ഞുകൊണ്ട് 50 വാര ദൂരം പോകുന്നതിന് മുമ്പ് തന്നെ കുതിരയുടെ മുകളിൽ നിന്ന് അദ്ദേഹം വീണു. അബു അയാഷ് പറയുന്നു, ഇതിൽ എനിക്ക് വളരെയധികം ലജ്ജ തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരുന്നു എന്റെ ഈ കുതിരയെ മറ്റൊരാൾക്ക് നൽകുക എന്ന്. എന്നാൽ ഞാൻ പറഞ്ഞതുണ്ടായി ഞാൻ നല്ലതുപോലെ സവാരി ചെയ്യുന്നയാളാണ്. പിന്നീട് ബനു സറഖിന് ചിന്ത വന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അയാഷിന് ഈ കുതിരയെ ആസിബ് ഇബ്നു മുആസിനും സവാരിക്കായി നൽകിയുണ്ടായി. അത് സഅദ് ഇബ്നു സെയ്ദ് അൽ അസ്അരി ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ബന്ധം അൻസാർ കബീലയുമായിട്ടാണ്. ബനു അബ്ദുൽ അഷർ എന്ന് പറയപ്പെടുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ചിലരുടെ അഭിപ്രായ പ്രകാരം ബൈഅത്ത് ഉഖബയിലും ഇദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും ഹന്തക് യുദ്ധത്തിലും അങ്ങനെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അദ്ദേഹത്തിന്റെ കൈകളിൽ ബനു ഖതിയയുടെ തടവുകാരെ അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പകരമായി നജദിൽ നിന്ന് കുതിരകളെയും ആയുധങ്ങളും വാങ്ങിക്കുകയുണ്ടായി. റിവായത്തിൽ വന്നിരിക്കുന്നു, ഹസ്രത്ത് സഅദ് ഇബ്നു സെയ്ദ് ഒരു നജ്റാനിയുടെ വാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമാനമായി നൽകിയുണ്ടായി. അവിടുന്ന് ആ ആയുധം ഹസ്രത്ത് മുഅദ്ദിൻ മുസ്ലിമയ്ക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ട് ജിഹാദ് ചെയ്യുക. എപ്പോഴാണ് ആളുകൾ പരസ്പരം അഭിപ്രായ ഭിന്നത കാണിക്കുന്നത്, അപ്പോൾ ഈ വാള് കല്ലിലടിച്ച് അടിക്കുക, അതിനുശേഷം വീടുകൾ ഉള്ളിൽ പ്രവേശിച്ചു കൊള്ളുക. അതായത് ഒരു ഫിത്നയിലും ഫിസാദിലും ഉൾപ്പെടാതിരിക്കുന്നതിന് വേണ്ടി. അള്ളാഹു പരസ്പരം കഴുത്തറുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ ഇക്കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാക്കട്ടെ.
അള്ളാഹു ഈ സഹാബാക്കളുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. നമ്മളെ നന്മയിലേക്കും ത്യാഗത്തിലേക്കും ആത്മാർത്ഥതയിലും കൂറിലും തങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.